റഷ്യയുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളത് PSC ബുള്ളറ്റിനിൽ നിന്നാണ്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യമാണ് റഷ്യ. ഭൂമിശാസ്ത്രപരമായി റഷ്യയുടെ 77% ഏഷ്യയിലാണ്. എന്നാൽ തലസ്ഥാനമായ മോസ്കോയുടെ ജനസംഖ്യയുടെ 74% യൂറോപ്പിലാണ്. റഷ്യയുടെ ഏഷ്യൻ ഭാഗത്തെയും യൂറോപ്യൻ ഭാഗത്തെയും വേർതിരിക്കുന്നത് യൂറാൽ മലനിരകളാണ്. റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോ സ്ഥിതി ചെയ്യുന്നത് മോസ്കവ നദിയുടെ തീരത്താണ്. റഷ്യൻ ഭാഷയാണ് റഷ്യയിലെ ഔദ്യോഗിക ഭാഷ. അധോസഭയായ ഡ്യൂമയും ഉപരിസഭയായ ഫെഡറൽ കൗൺസിലും ഉൾപ്പെടുന്ന ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുടെ പേര് ഫെഡറൽ അസംബ്ലി എന്നാണ്. ഫെഡറൽ സെമി പ്രസിഡൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റിപ്പബ്ലിക്കാണ് റഷ്യ. റൂബിളാണ് റഷ്യയിലെ നാണയം. ലാറ്റിൻ ഭാഷയിൽ റഷ്യയുടെ പേര് റുഥീനിയ എന്നാണ്. ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന രാജ്യം, ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള രാജ്യം എന്നീ പ്രത്യേകതകളും റഷ്യക്കുണ്ട്. ബഹിരാകാശ വാഹനം വിക്ഷേപിച്ച ആദ്യ രാജ്യമായ റഷ്യക്ക് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിച്ച ആദ്യ രാജ്യം എന്ന പ്രത്യേകതയും സ്വന്തമാണ്. ഇത് നടന്നത് 1957-ലാണ്. റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് കോസ്മോനോട്ട് എന്നറിയപ്പെടുന്നത്. ബെറിങ് കടലിടുക്ക് റഷ്യയെ അമേരിക്കയിൽ നിന്ന് വേർതിരിക്കുന്നു. ഏഷ്യയും അമേരിക്കയും വേർതിരിക്കുന്നതും ബെറിങ് കടലിടുക്കാണ്. അമുർ നദി റഷ്യയെ ചൈനയിൽ നിന്ന് വേർതിരിക്കുന്നു. നേവ നദി ഒഴുകുന്ന രാജ്യമാണ് റഷ്യ. റഷ്യയുമായി ചേർന്നാണ് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ നിർമ്മിക്കുന്നത്. റഷ്യയുടെ ആദ്യത്തെ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് പീറ്റർ ദ ഗ്രേറ്റ് ആണ്. ഏറ്റവും കൂടുതൽ പബ്ലിക് ലൈബ്രറികളുള്ള രാജ്യമാണ് റഷ്യ. ഏറ്റവും കൂടുതൽ സിനിമാ തിയേറ്ററുകളുള്ളതും റഷ്യയിലാണ്. നിഹിലിസം എന്ന ദാർശനിക പ്രസ്ഥാനം ഉരുത്തിരിഞ്ഞത് റഷ്യയിലാണ്. സാർ രാജവംശം ഭരിച്ചിരുന്ന രാജ്യം റഷ്യയാണ്. റഷ്യൻ വിപ്ലവത്തിലൂടെ സാർ ഭരണത്തിന് അന്ത്യമായി. റഷ്യൻ വിപ്ലവത്തിന് ഫെബ്രുവരി വിപ്ലവം, ഒക്ടോബർ വിപ്ലവം എന്നിങ്ങനെ 2 ഘട്ടമുണ്ട്. ഫെബ്രുവരി വിപ്ലവത്തിലൂടെ മെൻഷെവിക് നേതാവ് കെറൻസ്കി അവസാനത്തെ സാർ ചക്രവർത്തിയായ നിക്കോളാസ് രണ്ടാമൻ്റെ ഭരണം അവസാനിപ്പിച്ച് അധികാരമേറ്റെടുത്തു. എന്നാൽ ലെനിൻ്റെ നേതൃത്വത്തിൽ ബോൾഷെവിക്കുകൾ ഒക്ടോബർ വിപ്ലവത്തിലൂടെ കെറൻസ്കിയെ പുറത്താക്കി അധികാരം പിടിച്ചെടുത്തു. ഭൂമി കൃഷിക്കാർക്ക്, ഭക്ഷണം പട്ടിണി കിടക്കുന്നവർക്ക്, സമാധാനം എല്ലാവർക്കും എന്നതായിരുന്നു റഷ്യൻ വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം. ലോകത്തെ ഏറ്റവും ആഴം കൂടിയ തടാകമായ ബെയ്ക്കൽ റഷ്യയിലെ സൈബീരിയൻ പ്രദേശത്താണ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് റഷ്യയും ചൈനയും. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഏറ്റവും കൂടുതൽ ദൂരമുള്ള രാജ്യമായ റഷ്യയിലൂടെയാണ് ഏറ്റവും കൂടുതൽ രേഖാംശങ്ങൾ കടന്നുപോകുന്നത്. സമയബന്ധിത ആസൂത്രണം നടപ്പിലാക്കിയ ആദ്യത്തെ രാജ്യമാണ് മുൻ സോവിയറ്റ് യൂണിയൻ. 1-ാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ പേർ മരണപ്പെട്ട രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ. 1867-ൽ US-ന് അലാസ്ക വിറ്റത് റഷ്യയാണ്. ഗോർബച്ചേവ് ജനാധിപത്യ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ രാജ്യം റഷ്യയാണ്. മദർലാൻഡ് പ്രതിമ, ക്രെംലിൻ കൊട്ടാരം, ടോൾസ്റ്റോയിയുടെ ഭവനമായ യാസിയ പോളിയാന എന്നിവ റഷ്യയിലാണ്. റഷ്യയിലെ വാർത്താ ഏജൻസിയാണ് ഇന്റർഫാക്സ്. അഡ്മിറൽ ഗോർഷ്കോവ് എന്ന വിമാനവാഹിനി കപ്പൽ ഇന്ത്യക്ക് കൈമാറാൻ സമ്മതിച്ചത് റഷ്യയാണ്. ഇന്ത്യക്ക് സുഖോയ് യുദ്ധവിമാനം നൽകുന്ന രാജ്യമാണ് റഷ്യ.